4 മണിക്കൂർ കബീനിലോട്ട് പോകുന്നു ബാംഗ്ലൂരിൽ നിന്ന്. EVയിൽ ഇപ്പോൾ 76% ചാർജ് ഉണ്ട്. 255 റേഞ്ച് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എത്തുന്നു. 206 കിലോമീറ്റർ ഓക്കെ. എന്റെ വീട്ടിൽ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കാതെ പോണം എന്ന് പറഞ്ഞിട്ട് പോകയില്ല, ഇറങ്ങിയില്ല. ഞാൻ ജോലിയൊന്നും ചെയ്യാതെ ഞാൻ അവിടെ ഇരിക്കണം. അപ്പോഴാണ് ഓരോന്ന് പയ്യെ എടുത്ത് വയ്ക്കുന്നത്. അതുവരെ കിടക്കും, സോഫയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുമല്ലോ, അനന്തശയനം പോലെ. മഹാവിഷ്ണു അനന്തശയനം കിടക്കും പോലെ ഇങ്ങനെ കിടക്കും. അപ്പഴ കയ്യില് ക്ലേ ഉണ്ട്. അപ്പഴ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് എപ്പോഴും ചായക്കട ഞാൻ കാണിച്ചു കൊടുക്കട്ടോ. ഫുള്ള് ഹമ്പാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ജമ്പ് ചെയ്തോണ്ട് നിൽക്കുന്ന ഫോണ്. അതിന്റെ ക്യാമറ, ഫുഡ്, അതിന്റെ ക്ലോക്ക് ഉണ്ട്. അതിന്റെ പശു, 3 പശു, 3 എണ്ണമുണ്ട്. കൊമ്പുള്ളതും അതാണ്ടുണ്ട്, ഇങ്ങുണ്ട്. എന്നിട്ട് ചായ കടയാണ്. ഇപ്പം ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ സിറ്റി ട്രാഫിക്കിൽ 3.7 km/kW ആണ് കിട്ടുന്നത്. നൈസ് റോഡിൽ 90 കിലോമീറ്റേഴ്സ് പോകുമ്പോൾ അറൌണ്ട് 7 km/kW കിട്ടുന്നുണ്ട്. ക്രൂസ് കൺട്രോളിലിട്ട് പോകുമ്പോൾ നമുക്ക് അറൗണ്ട് 7.9 km/kWh കിട്ടും. ഇതിനു മുമ്പ് 80 കിലോമീറ്ററിൽ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തപ്പോൾ 9 km/kWh വരെ കിട്ടി. 90 ആണെങ്കിൽ 7.8 kWh കിട്ടും. അങ്ങനെ നമ്മൾ മൈസൂർ എത്തി. ചാർജ് ചെയ്യാനായിട്ടും മോൾ ഓഫ് മൈസൂർ നെക്സസിൽ വന്നപ്പോൾ അവിടെ ഫുൾ. ഇനി അടുത്ത സ്ഥലം എവിടെയാ നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഗേസ് നമുക്ക് ഷെല്ലി പോവാന്ന്. അപ്പം ഷെല്ലിക്കാക്ക് അലർജി ആണ്. നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി 157 കിലോമീറ്റേഴ്സ് ആയി. ഓൾമോസ്റ്റ് 26% ബാക്കിയുണ്ട്. 87 കിലോമീറ്റേഴ്സ്. ഇനി നമുക്ക് ഷെല്ലിൽ പോവാം. ഷെല്ലിൽ ചാർജ് ഉണ്ടോ എന്തോ, അത് ഇവിടെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ചാർജിങ് ആണോ, സ്പേസ് ഉണ്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കബീനി എത്തുമ്പോൾ കബീനി 1 ഇനി ഇവിടെ നിന്ന് 1 hour ഉണ്ട്. അപ്പോ ഇത് മൈസൂർ. അങ്ങനെ നമ്മൾ ഒരു 20 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്തു. ബന്ദിപ്പൂർ റോഡിൽ പോയി നമ്മൾ അടുത്ത ഷെല്ലി കയറി. വേറെ എവിടെ ഇല്ലായിരുന്നു. 23% 76 കിലോമീറ്റേഴ്സ്. അല്ല ഇവിടെ ബാക്കിയില്ല, ചോദിച്ചു നോക്കട്ടെ. ഹുൻസുറുള്ളത് ബാക്കിയില്ലായിരുന്നു. അങ്ങനെ അവർക്ക് പറഞ്ഞപ്പോൾ അവരത് ഭാഗ്യം വേറെ സ്ഥലത്ത് പോകാത്തത് അവരെന്നത് ചെയ്തു. ഭാഗ്യത്തിന് അവരത് ഓൺ ചെയ്തു. ട്രിപ്പായതാണ് ഭാഗ്യം. പിന്നെ അടുത്ത് വീണ്ടും 20 കിലോമീറ്റർ ഓടണ്ട. അപ്പോൾ അങ്ങനെ ഫൈനലി ഷെല്ലിൽ ചാർജ് ചെയ്യാൻ പറ്റി. ചാർജിങ് തുടങ്ങി. അങ്ങനെ നമ്മള് ഉറുമ്പോ, വലിയ ഉറുമ്പാ. ഓ വലിയ ഉറുമ്പ്. എന്തോന്നു ഉണ്ടോ? നൂഡിൽസ് ഹോട്ട് ഉണ്ടോന്ന് ചോദിച്ചാ സ്മോക്കി ചിക്കൻ ചീസ് സോയാപ്പാ മനസ്സിലായില്ല.
സായിപ്പ് അവിടെ ഇരിക്കുന്ന അങ്ങനെ ഇനി ഇവിടെ നീങ്ങി 1.5 മണിക്കൂർ കൂടെ ചാർജ് ആയിട്ട് പിന്നെ 1 മണിക്കൂർ യാത്ര. അപ്പോൾ ഏകദേശം 12 മണിയാകുമ്പോഴത്തേക്ക് രണ്ടെണ്ണൊന്നുമില്ല, ഒന്ന്. ഇത് എന്താണിത്? സെലക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഫ്രണ്ട്സ് ആണ്. ഇതിന്റെ ഗെയിംസ് ഉണ്ട്. ഏതാണ് ഇക്ക സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? എന്തുമല്ല മറ്റേ സെലക്ട് ചെയ്യാം. ഷുഗർ വിത്ത് ഷുഗർ. വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. 250. അപ്പൊ ഒന്ന് മതി. മാരിയോ എടുത്തത് തപ്പു അപ്പുനെ കൊടുത്തു. അപ്പു സെലക്ട് ചെയ്തോ. അപ്പൊ സെലക്ട് ചെയ്തു. അപ്പൊ എല്ലാം കൂടെ എനിക്കറിയാം. എല്ലോ അത് മാരിയോ പറഞ്ഞു. അത് മാറ്റി. അപ്പൊ ഏത് വേണം? തൊട്ടിയാണിക്ക്. ഈ രണ്ട് ക്യാരക്ടർ ഒന്ന് മാരിയോ, പിന്നെ ഏതാ? ഒന്നിത് നമ്മൾ രണ്ടും ട്വിൻസ്. മാരിയും ഞാനാണ് മാരിയോ, അപ്പുവാണ്. അത് പേരെന്തോ മാപ്പി? അതിന്റെ പേര് മാരിയോ. അതെങ്ങനെ മാപ്പിക്കറിയാം മാരിയോന്ന്? എന്തോന്ന്? ബ്ലാക്ക് ബ്ലാക്ക് വൈബ്സ്. എന്താ ഫുള്ള് വീങ്ങി കഴിച്ചു. ഇത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയായി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ ഷെല്ല് ചാർജ് ആവാറായി. നോക്കാം എത്രയാണ്. അൺബോക്സോ? അവന്റെ തുറന്ന്. അപ്പുന്റെ എവിടെ? അതൊക്കെ നമുക്ക് അത് കിട്ടും. പാസ്പോർട്ട്. ഓ ഇവിടുത്തെ പാസ്പോർട്ടാണിത്. തോം പാസ്പോർട്ട് കൊണ്ട് എയർപോർട്ടിൽ പോകണം. നമുക്ക് രണ്ട് ഇപ്പോൾ ഇതാണ് മാരിയോ. രണ്ട് മുട്ടയെ കൊണ്ടുപോവാണ്. ഇതാട്ടിടാൻ പോവാണ്. ഞാൻ ഇതാണ് ഫസ്റ്റ് ഇടാൻ പോകുന്നത്. എല്ലാം സെയിം കളറാണ്, പക്ഷെ only പിങ്ക്സ് മാത്രം സെയിം കളർ. ലൈക്ക് റെഡ് ബെറി, സ്ട്രോബെറി, വാട്ടർമെലൺ അതെല്ലാം ഇതാണ്. പിങ്ക്. നമ്മൾ ഇടാൻ പോവാണ് അകത്ത്. ഇല്ല ഇവിടെ 61 minutes. അങ്ങനെ 100% ചാർജായി. 340 കിലോമീറ്റേഴ്സ്. ഞാനിപ്പോൾ സ്ട്രോബെറി ആണ് ചെയ്തത്. കാണിച്ചത് നമ്മൾ ഇത്ര ഉണ്ട്.
അപ്പൊ ഇത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അപ്പൊ നമുക്ക് പാടല്ലേ എടുക്കാൻ. നമുക്ക് ഇങ്ങനെ അടിച്ചു ഇങ്ങനെ ചെയ്യാൻ ഇല്ലെന്നുള്ളൂ. എന്തോന്ന് ഇവിടെ നിന്ന് എന്താ വേണ്ടത്? ഏലക്കി പഴം 70 രൂപ. ಏಲಕ್ಕಿ ಮೀಡಿಯಂ ಇರೋ ದಪ್ಪ ಇಲ್ಲ, ಹಣ್ಣಿಲ್ಲ, ದಪ್ಪ ಇಲ್ಲ, ಇಲ್ಲ ಇದು ಹಣ್ಣಿದೆ. ಹಣ್ಣಿದೆ ಎಷ್ಟು? 80 ಕಿಲೋ. 80ಯಾ? 1 kg. അങ്ങനെ നമ്മൾ HT കോട്ടയിലുള്ള ബഡ്ജറ്റ് അക്കോമഡേഷനിലെത്തി. വരുന്ന വഴിക്ക് നമുക്ക് 6.8 km/kWh കിട്ടി. ഇതാണ് ഹോട്ടൽ. അതെ, ഈ ബെഡ് മതിയോ? ഞാനാണ് ഈ ക്യാമറ സ്റ്റെപ്പിൽ കൂടെ എടുത്തോണ്ടെന്ന്. അത് ബാത്റൂം നോക്കാം. Budget AC room. 2 adults and 2 kids can sleep. This is 1,000 rupees for non-AC and 1,500 for AC. Quite decent. The only thing, there's no lift. ഇന്ന് A/A ഇന്ന് എന്താണ്? Medium mix. Let's go to sleep. രാത്രി 12 മണിക്കുള്ളതാണ് ഫീസ്. നാളെ രാവിലെ 5 മണിക്ക് എണ്ണീറ്റ് സഫാരിക്ക് പോകേണ്ടതാണ്. നാല് മണിക്ക് എണീക്കും, 4 മണിക്ക് എണീക്കും, 5 മണിക്ക് പോകും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിയായി. 5:15 ഇവിടെ നിന്ന് ഇറങ്ങും.
അപ്പോൾ വൈൽഡ് ഡോഗിൻ്റെ ഫോട്ടോ എടുത്താൽ മതി. ಇಯರ್ ಫುಲ್ ಅಲಟಾಗವ ಏನು ಮೂಮೆಂಟ್ ಆಯ್ತು ಎಲ್ಲ ಅಲ್ಲಿಂದ ಬಂದು ಕೂತ್ಬಿಟ್ಟಿದ್ದೇನೆ ಕಮಲ್ಗುಂಡಿ ಟೈಗರ್ ಟ್ಯಾಂಕ್ ಬಿಟ್ಟು ಮೋರಿಂದ ಡೌನ್ ಹೋಯ್ತಿದ್ದಾನೆ ಸೇತುವೆ ಅಲ್ಲಿ ರೈಟ್ ಸೈಡ್ಗೆ. ಹಾಂ ಹ್ಞೂ
അങ്ങനെ മോർണിംഗ് സഫാരി കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് HD കോട്ടെ. കഴിക്കാൻ തോന്നുന്നിരിക്കുമ്പോൾ ചെടിയുടെ തൈ വേണമെന്ന്. എന്താണ് കടുവ വന്നേ. ഇത് മസാല അപ്പൂൻ്റെ വന്ന മസാല ദോശ. എങ്ങനെയുണ്ട് അപ്പു? എങ്ങനെയുണ്ട്? കഴിച്ച് ടേസ്റ്റ് അറിയാൻ കഴിച്ച് ഗീ റോസ്റ്റ്. തപ്പിന് മെയിൻ ദോശ. ഇത് ഗീ റോസ്റ്റ്. ഗീ റോസ്റ്റ് ക്യാമറ കൊള്ളുന്നില്ലല്ലോ. നോക്കട്ടെ അപ്പോൾ എടുത്ത്. തപ്പു 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 കഴിക്ക്. അവിടെ വെച്ച് കഴിക്കാവൂ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിച്ചിരിക്കുന്നു. ഫുഡ് നല്ലതാണ്. കഴിച്ച് കഴിഞ്ഞാൽ അതിന് അവിടെ ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും. K11 ബേക്കറി. എഗ് പഫ്സ്. 4 ഹാഫ് എഗ് ഫുൾ എഗ് പഫ്സ് ഉണ്ട്. സമൂസ ഉണ്ട്. ഉള്ളിവട ഉണ്ട്. 4 എഗ് പഫ്സും ഹാഫ്. 4 സമൂസ. 2 പഴംപൊഴി. പഴംപൊഴിയല്ലോ. ഉള്ളിവട. എല്ലാം 170. പഴംപൊഴി ഇല്ല. ഇതാണ് K11 ബേക്സ്. സാൻഡ്വിച്ച്, ബർഗേഴ്സ്. പശു വന്ന് കുത്തിയേനെ. അവിടെ എണ്ണ വാങ്ങിക്കാൻ പോയിരിക്കണം ഗൈസ്. ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ. ഇതിനെക്കാട്ടി മിൽക്ക് വാങ്ങിക്കുന്നതല്ലേ നല്ലത്. എന്തിനുള്ളത്? മലയാളമാണോ? നന്നായിട്ട് മലയാളം അറിയാം. നന്നായിട്ട് 2 മുക്കിൽ വെക്കും. കാട്ടിഞ്ചി കാട്ടുവെളുത്തുള്ളിയാണ്. ചൈനീസ് മൈഗ്രീസ് ഉണ്ടാവില്ലേ? കബാക്കട്ടി ഉണ്ടാവില്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇത് ഡെഡാണ് നമ്പർ. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. ഈ നമ്പറിൽ 3 നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. 4 നമ്പർ. ഇതിൽ പല സാധനമുണ്ട്. ഷുഗറിന്, പ്രഷറിന്, ഗ്യാസ്ട്രിക്കിന്
അൽസറിന് പല മറന്നു പല ട്രീറ്റ്മെൻറ്റ്. ഇവിടെ പേനും മരുന്നുണ്ടോ? അല്ല, ഇത് പേനില്ല കാരണങ്ങളുണ്ടാവില്ല. മനസ്സിലാവും. വാങ്ങിക്കട്ടോ 1200. 1500. ചെറിയ ഉപ്പില്ല അതിൽ. സാറ് ഒരു പെണ്ണുങ്ങളെ തേക്കണം 6 മാസം ചേച്ചി. മോൾക്ക് നിറച്ച മുടിയുണ്ട്, മുടി കറക്കണം, ചൂട് കൊണ്ടിയാണ് നിരക്കണത്. വയസ്സിൻ്റെ അല്ല, നമുക്ക് പ്രായമൊന്നുമില്ല, ചെറിയ വയസ്സാണ്, ചൂടാണ് തേക്കണം. അതിനാ ഒരു പെണ്ണുങ്ങളെ തേക്കണം 1 ലിറ്ററാണ്, 6 മാസത്തിൻ്റെ കുറസാണ്. പച്ച മറന്നാണ് ഇത് വാങ്ങുമ്പോൾ തേക്കണം ഔഷധിക്കുക. ഒരാഴ്ച 2 ആഴ്ചയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. മുടിൻ്റെ കായ് താരണം കൊയ്ച്ചാൽ ഊറാണ് മുടി, കുറയാൻ മുടി, മുടിയുടെ ഡെൻഡ്രഫ്, നീരുകളെല്ലാം ക്ലിയർ. ഒരാഴ്ച 2 ആഴ്ച. അതിൽ ഫുൾ അഡ്രസ്, ഫോൺ നമ്പർ പലേ ഉണ്ട്. എപ്പോഴും നിങ്ങൾ പോയി ഞങ്ങൾക്കെല്ലാം തടവലുണ്ട്, ഫുൾ ബോഡി മസാജ് ഉണ്ട്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എല്ലാ സ്ഥലത്തും നിങ്ങൾ പോകാനാണ്. ഇതിനെക്കാട്ടി ഫോറം മാളിൽ പോകുന്നതാണ് ലാഭം ഗൈസ്. എന്നേക്ക് എത്ര രൂപ? 1500. ഇതിനെക്കാട്ടി ഫോറം മാളിൽ പോയാൽ മതി ഗൈസ്. ഏത് പേഴ്സ് എടു? ഒരു ജാതിൻ്റെ സ്വത്താണ്. 101 ജാതിയാണ്. ഈ കൈ ഉണ്ണി, ബർമി, കട്ടവായ, നെല്ലിക്ക, ചെമ്പരത്തിപ്പൂ, കാട്ടുണ്ണി, പല സാധനമാണ്. കാട്ടൻ്റെ ഐറ്റംസുമാണ്. സ്വന്തം ഞങ്ങൾ കാച്ചിട്ടുണ്ട്. ഇത് നോക്കൂ ഗൈസ്, ഒന്ന് കുഞ്ഞു ട്രോളി. ട്രോളി മീൻസ് ട്രോളി അല്ല, ഇത് മറ്റേ ഇതില്ലേ ബേബി പ്രാം, അതാണിത്. വീലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഇങ്ങനെയാണ്. രണ്ട് ബേബീസ് ഡ്രസ്സൊക്കെ ഉണ്ട്. എന്നിട്ട് കണ്ടേ നമ്മൾക്ക് ടാറ്റു. ഞാൻ അപ്പോൾ എന്താ കാണിച്ചത്? ടാറ്റുവാ. ഇനി ഞാനൊന്ന് ബോൾ വാങ്ങിച്ചിട്ടാ കണ്ടാ വരുന്നു. ചെമ്പരത്തിയുടെ പൂ വാങ്ങിക്കാൻ പറ്റാത്തുണ്ട്, ചെമ്പരത്തിയുടെ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. അയ്യോ, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആ മൂക്കിൻ്റെത് ശ്വാസം മുട്ടിക്കൊണ്ട് ഞാൻ ഇത് ഇൻഹേലർ മേടിച്ചതല്ലേ. അടിച്ചല്ലോ, അതുകൊണ്ടേക്കും പറഞ്ഞു. ഇല്ല, അത് വലിച്ച് എൻ്റെ കൂടെ ഒരു എൻ്റെ അമ്മേ, അതാ വീഡിയോയിൽ കിട്ടി കാണൂല്ലേ. എൻ്റെ അമ്മോ, വലിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. എൻ്റെ ഇനി നമ്മൾ അടുത്ത ഇനി എന്തോന്ന് ഇനി ബാക്കി നമ്മൾ ഇവിടെ ഡ്രോൺ പറത്തി പോലീസ് എവിടെ പിടിക്കുമെന്ന് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇനിയുമുണ്ട് ഒരു 65%. ബാക്കി അടുത്ത കറക്കലും കഴിഞ്ഞ് സഫാരി ചെയ്ത് അവിടെ എത്തുമ്പം ഒരു 50% ആവുമായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു 80 കിലോമീറ്റർ സഫാരി കഴിഞ്ഞിട്ട് ഇപ്പം കറങ്ങി.
waiting for the second safari, so I thought I introduce my equipments. So this is the Manfrotto TLP 600 bag. This can easily accommodate a 600mm prime lens and of course 100-400 with a body. Also I carry my 360 action cam. So this area you can easily fit in 100-400, which is that. And the body with the 600 will sit inside. So this is the inside space, so easily a body and the 600 will fit in, and this compartment can be used for the 100-400 lens. So this trip I bought my 600, 100-400 and a wide angle lens, and of course my DJI Mini 3 drone. Alright, now let's see, try our luck in the second safari. Oh, തപ്പു എന്തോന്ന് എഴുതിയ വാപ്പിക്ക് കാണിച്ച്? വാപ്പി ക്യാമറയുടെ വീഡിയോ എടുത്ത് അപ്പം ഞാൻ മാർക്സ് എഴുതി കൊടുത്തത്. ഇത് 11 ആണ്, ഇന്നത്തെ ഡേറ്റ് ആണ് ഇത്. കാണിച്ചു കൊടുക്കും. Wow, what is this? 10 out of 10. Wasim, good job, Wasim. 10 stars. Wow, wow. Anton, what is that in my hand? എനിക്ക് ഇനി ഹോംവർക്ക് ഉണ്ട്. മതി. ഞാനൊന്ന് കുഞ്ഞു ബുക്ക് ഉണ്ടാക്കി. ഞാൻ കാണിച്ചു. ഇതാണ് എൻ്റെ ഹോംവർക്ക് ബുക്സ് ഒക്കെ. ഇത്ര ബുക്സ് ഉണ്ട്, കാണിച്ചത് ഇത്ര ബുക്സ് ഉണ്ട്. ഹോംവർക്ക് എഴുതുന്നു ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ്. ചെയ്യുന്നത് കണ്ടോ, നോക്കൂ. മാത്സിൽ ഒന്ന് ചെയ്തു. നമ്മൾ മാത്തമാറ്റിക്സ് അതേ സ്കൂളിലാണ് ഇങ്ങനത്തെ സെയിം മാത്തമാറ്റിക്സ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടേബിൾസ് ഉണ്ട്. 11 to 20 ഇതെല്ലാം ഞാൻ ചെയ്ത്. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഇത് വേറെ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കൂള്. നമ്മൾ കുറെ ഫുഡ് എടുത്തു. ബസ്സിൽ കയറുമ്പോ നമ്മള് ബസ് നമ്മുടെ 312 0312 ആണോ? ഇതല്ലേ 012 15-16 ഏറ്റവും ബാക്കിൽ. ബഡ്ജറ്റ് സഫാരി ഗൈസ്. ഞാൻ പോയി ചാടിച്ചിട്ട് ഒന്നായില്ലല്ലോ. ഇല്ല, എവിടെ ക്യാമറ ബാഗൊക്കെ വെക്കും? ഇവിടെ ഇരുന്നാ 17 ഇവിടെ 17 കിട്ടിയാലേ പറ്റുള്ളൂ അല്ലേ? ചോദിച്ചോ കിട്ടോ. അവിടെ സോവനീർ കടയിലല്ലോ ഉണ്ടോ? ഒന്ന് ക്യാമറ എടുത്ത് കിട്ടും. ಬೆಳಗ್ಗೆ ಬೇರೆ ಗಾಡಿಗೆ ಏನು ಸಿಗ್ತಾ? ಆ ಟೈಗರ್ ಎಲ್ಲಿ ಇರ್ತಾ? ಮುಂಚೆ ನೋಡಿದೆ.
പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് പോകണം. തപ്പടെ ചെവി പൊങ്ങുമോ നോക്കട്ടെ. റാബിറ്റാണോ തപ്പി? ചെവി പൊങ്ങുന്നുണ്ടല്ലോ. It's almost awake. ಜಾಗ ಕೊಡ್ಬೇಕಾ ನಿಮಗೆ? ಇಲ್ಲ ಬೇಡ ಪರವಾಗಿಲ್ಲ. ಅಲ್ಲ ಲವ್ಲಿ. ಬರ್ತಾಯ್ತಾ? ಆಗಿದೆ ಈ ಥರ ಈ ಕಡೆ ಚೆನ್ನಾಗಿತ್ತು ಅಲ್ಲಿ
ಕಾಣಿಸ್ತಾ ಇದ್ದ ಮಕ್ಕ ಹೌದು. ಸೂಪರ್ ಆಗೈತೆ ನಾವು ಫೇಸ್ ಫುಲ್ ಸ್ಟ್ರೇಟ್ ಆಯ್ತು ಇಲ್ಲಿಗೆ ನನ್ನ ಪೊಸಿಷನ್ಗೆ ಮೇಡಮ್ ಈ ಸೈಡ್ ಬಾ. ಇಲ್ಲ ಪರವಾಗಿಲ್ಲ ಬಂದು ತಡಿ ಎಲ್ಲ ಫೋನ್ ಮಾಡಿ ಹೇಳ್ಬಿಟ್ಟು ಇಲ್ಲೇ ಬರ್ತಾಯ್ತಾ ಸಾಕಾಗಿ ಕಂಟಿನ್ಯೂ ಚಿನ್ನು ಇಲ್ಲೂ ಬರ್ತಾಯಿತ್ತು ಸ್ವಲ್ಪ ತಗೊಂಡು ಸರ್ ಒಂದು ನಿಮಿಷ ಸರ್ ಅವರು ಯಾವುದು ನೋಡಲಿ ಅಂತ ಇವಾಗ ಬಂತು ಫೇಸ್ ಬಂದಿದ್ದೆ ಫೇಸು ವೈಟ್ ಮಾಡಿ ಸೂಪರ್ ಆಯಿತು ಮನಸ್ತೃಪ್ತಿಯಾಗಿ ಅದು 6 ತಿಂಗಳು ಯೋಚನೆ ಇಲ್ಲ ಇದ್ರೆ ನೆನಪಲ್ಲೇ ಅಕ್ಷತ ಕಾಣಿಸುತ್ತೇನೆ ನೋಡಿ ಸರ್ ಹಿಂದೆ ಬನ್ನಿ ಪ್ಲೀಸ್. ಹೋಯ್ತು. ಹಿಂದೆ ಬರಕ್ಕೆ ಹೇಳಿ ಅವ್ರಿಗೆ ಹೇಳಿ ಸರ್ ಮರದಿಂದ ಹೋಗ್ತದೆ ನೋಡಿ. ಅಲ್ಲೇ ನಿಂತು ಬಾಟಲ್ಲಿ ಓಡಾಡ್ತಾ ಇದ್ರೆ ಕಡ್ಡಿ ಮೇಲೆ ಎರಡು ವಿ ಶೇಪ್ ಇದೆ. ವಿ ಶೇಪ್ ಕ್ಯಾಮ್ರಾದಲ್ಲಿ ಕಾಣಿಸುತ್ತೆ. ಕ್ಯಾಮ್ರಾದಲ್ಲಿ ಫೋಟೋ ನೋಡು. ಅಣ್ಣ ಇವ್ರಿಗೊಂದು ಫೋಟೋ ತೋರಿಸೋಣ. ನೋಡಿದೆ ಬಿಡು ಹಂಗೆ ಇರ್ತಲ್ಲ ಸೇಮ್. ಯಾರು ನೋಡಿದ್ರೆ ಅಲ್ಲಿ ನೋಡ್ರ ಕಾಣವಲ್ತದ ಗಾಡಿ ಮೇಲೆ ನೋಡಿ ಕಾಣೋದಿಲ್ಲ. ಸೇಮ್ ಕಟ್ಟಿಗೆ ತವಾನೇ ಇದೆ ಅದು. ಹೌದು. ಫೋಟೋ ಒಳಗೆ ಕಾಣವಲ್ದು ಸೇಮ್ ಐತೆ ಅದು. ಆಗಲ್ಲ ಫೋಟೋಲ್ ಕಾಣಿಸ್ತಾ ಈ ಕ್ಯಾಮ್ರಲ್ಲಿ ಕಾಣಿಸ್ತಾ ಇತ್ತು ಅಷ್ಟೇ. ಇಲ್ಲಿ ಕಾಣುತ್ತೆ ನೋಡಿ. ನನ್ನಲ್ಲಿ ಜೋರು ಮಾಡ್ಕೊಳ್ಳಿ ಅವಳಿದ್ರೆ ಸುಮ್ಮನೆ ಅವಳಿಗೆ ಗೊತ್ತಾಯ್ತಾ.
അങ്ങനെ നമ്മൾ കബിനിയിൽ നിന്ന് മൈസൂർ പോയിക്കൊണ്ടിരിക്കുന്നു. കബിനി മൈസൂർ റോഡ് ഡ്യുവൽ കാരേജിൽ അപ് ടു 8 കിലോമീറ്റേഴ്സ് എഫിഷ്യൻസി കിട്ടും. ഇപ്പോൾ നമ്മൾ സിയോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. Yes, so we are here at Zion. Well, unfortunately, it looks like it's mentioned that they have only 30. So let's see how fast it can charge from Shell, which is 120. Let's see how much is capacity for the car as well. Alright, so let's take a small break at Pujari, have something. രണ്ട് കാട്ടുവാസികൾ ഉറക്കം മുങ്ങി വരുന്നു. ആനയുടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, അവൻ്റെ ഷേപ്പിലൊക്കെ റെസ്റ്റോറൻറ്റ് ಇದು ಪೂಜಾರೀಸ್ ಫಿಶ್ ಲ್ಯಾಂಡ್ ಮೈಸೂರು ಅವರದೇ ಬ್ರಾಂಚ್. തപ്പു ഇന്ന് എന്തൊക്കെ കണ്ടു തപ്പു? ടൈഗർ, പിന്നെ കാട്ടുപോത്ത, പിന്നെ മിങ്കി, പിന്നെ ഇത് കണ്ടില്ലേ വൈൽഡ് ഡോഗ് രാവിലെ, പിന്നെ നമ്മള് ബേർഡ്സ് കണ്ടില്ലേ, സർപ്പന്റ് ഈഗിൾ, കുഞ്ഞു സാധനം ബ്രൗൺ കളർ മംഗൂസ്. Zion charging Pujari's Nirantara restaurant. Let's see 30 kilowatt എത്താൻ എടുക്കും. പ്രോൺസ് ഗീ റോസ്റ്റ് എത്തി, കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചിട്ട് പറയാം. ഇത് നീർദോശ, ചിക്കൻ ഫ്രൈ. എങ്ങനെയുണ്ട്? പ്രോൺസ് ചിക്കനാണ്. മൈസൂരിന് പൂജാരിയുടെ അത്ര ഉണ്ടോ? Okay. Yes, we had food and let's see what it says. So 55 minutes, it's 97%, and it's in Shell took 61 minutes and was 100%, so I don't see much of a difference. Probably not sure if MG Aster doesn't take about 30 kilowatts, and it's probably a waste charging something about 30 kilowatts, end up spending more. Anyway, I'll clarify that with the showroom. Anyways, Zion was convenient. Took almost 1 hour to get us back to 100% from 45%. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വീടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ചില്ലെങ്കിൽ 90, 120 ഇതിനകത്ത് പോവുകയാണെങ്കിൽ 6.97 കിലോമീറ്റേഴ്സ് പെർ കിലോവാട്ട് മൈലേജ് കിട്ടും. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. കബിനി പോയിരുന്നു, വീക്കെൻഡ് പോയി 2 സഫാരി നടത്തി, നല്ലായിരുന്നു. 700 കിലോമീറ്റർ ഓടി. ഓക്കെ.